ശ്രീ ആഷിം, കാപട്യമേ നിന്റെ പേരോ വിജയൻ എന്ന് വിളിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? പാർട്ടിക്ക് അകത്തുള്ളവർ വിളിക്കുന്നുണ്ട് കേട്ടോ. ഒരു മാന്യമായ രാഷ്ട്രീയ ചർച്ചയല്ലല്ലോ. നാളെ പാണ്ഡ്യാല ഷാജി ഏട്ടനെ കൊണ്ടുപോയിട്ട് പ്രതിപക്ഷ നേതാവും അസ്കറിനെ പാർട്ടി സെക്രട്ടറി ആക്കിയാല് ഈ തെറ്റുതിരുത്തല് ശരിയാവൂ എന്ന് പറഞ്ഞ അത് കേട്ട് കേരളത്തിലെ ജനത. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്ര മണിക്കൂർ നമ്മൾ ഒന്നേകാ മണിക്കൂർ നിങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഈ പറയുന്നവരുടെ മുഴുവനും ഞാൻ കേട്ടിരിക്കുന്നത്. എനിക്ക് തോന്നിപ്പോയി ജനം ടി വി വേറെ കുറെ ആൾ കാണുന്നുണ്ട്, ഞാൻ മാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടിരുത്തിയത് പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞു വന്നട്ടെ. ഒരു വ്യക്തിയെ അമാന്യമായി ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് തന്നെ എന്തിന്റെ അർത്ഥാണ്? അവര് പറയട്ടെ കാര്യകാര്യങ്ങൾ ഇതുവരെ ഇവരുടെ ഒന്നും നാക്കുണ്ടായിട്ടില്ലല്ലോ. പണ്ടൊക്കെ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് നടന്ന ആളുകളല്ലേ. അന്നൊക്കെ സഖാവ് പിണറായിയെ വളർത്തിക്കൊണ്ടുവന്നതും ഒന്നിച്ചു നിന്നും ആളുകളൊക്കെ തന്നെയാണ്. കഴിഞ്ഞ 2 മാസം മുന്നേ അല്ലെങ്കിൽ 1 വർഷം മുന്നേ മാറിയതൊന്നല്ല കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. അധിക്ഷേപം എന്ന് പറഞ്ഞത് പത്മകുമാറാണ്. അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടിയതിന്റെ ദുരന്തമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ആ വ്യക്തിയെ വാഴ്ത്തിപ്പാടിയതിന്റെ ദുരന്തമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ആ കേസിന്റെ തുമ്പ് കൊണ്ടുപോയിട്ട് പിണറായിയുടെ കഴുത്ത് കെട്ടാനുള്ള ഈ ശ്രമം ഉണ്ടല്ലോ, അത് മാന്യമല്ലാത്ത ഒരു ശ്രമമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിയമവ്യവസ്ഥിതി ഉണ്ടല്ലോ. ഇപ്പോൾ ഭരിക്കുന്നത് സഖാവ് പിണറായി അല്ലല്ലോ. ഇപ്പൊ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന സഖാവ് പിണറായി അല്ലല്ലോ. അന്വേഷണം നടക്കട്ടെ. കുറ്റവാളിയാണെങ്കിൽ പത്മകുമാറിന് നേരിട്ടതുപോലെയുള്ള നിയമ നടപടികൾ പിന്നെ പാർട്ടി നടപടികളും അദ്ദേഹത്തിനെതിരെ വരും. എന്തുകൊണ്ട് വരില്ല? ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ, സഖാവ് പി രാജീവ് പറഞ്ഞു പാർട്ടിക്കുള്ളിൽ നടന്ന ഞാനും കണ്ണൂരുകാരനാണ്. 57 വയസ്സിൽ 5ാമത്തെ വയസ്സ് മുതൽ സഖാവ് പിണറായിയെ കേൾക്കുന്ന ഒരാളാണ് അയാൾ. നിങ്ങളെ പോലെയുള്ള ആളുകളുടെ ഇതുപോലെയുള്ള തരംതാണ വർത്തമാനങ്ങൾ പറയുന്ന ആളുകൾ സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾക്ക് പിണറായി അറിയാം, താങ്കൾക്ക് പാണ്ഡ്യാല ഷാജി അറിയാമോ? കണ്ണൂരുകാരനായ ഹാഷിം അരിയിലിനെ പാണ്ഡ്യാല ഷാജി അറിയാമോ? പാണ്ഡ്യാല ഷാജി അറിയാമോ? ആരാണ് പാണ്ഡ്യാല ഷാജി? അത് ആരാണ് പാണ്ഡ്യാല ഷാജി? കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് ടി വി ഓഫ് ആക്കേണ്ടി വന്ന ഒരാളാണ്. കാരണം ഈ മണിക്കൂർ അരമണിക്കൂർ അദ്ദേഹം ചർച്ച ചെയ്തു. ആ അരമണിക്കൂറിൽ പിണറായി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഹത്യ ചെയ്യാൻ വേണ്ടി ഈ സമയത്ത് അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതി ചേർക്കപ്പെട്ടത് പത്മകുമാറാണ്. ആ പത്മകുമാറിനെ വെള്ളപൂശാൻ അയാൾ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. ഈ കുറ്റം ചെയ്ത മുഴുവൻ ആളുകളുണ്ടല്ലോ, പിന്നെ പത്മകുമാർ മാത്രമാണോ ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്? പോറ്റി എവിടെ പോയി? ശാന്തി പിന്നെ തന്ത്രി എവിടെ പോയി? അതുപോലെ തന്നെ സോണിയാഗാന്ധി എവിടെ പോയി? നേരത്തെ ഫസ്റ്റിൽ തന്നെ നിങ്ങൾ കൊണ്ടിരുത്തിയിട്ട് ഒരാൾ ചർച്ച എടുത്തിട്ട് പോയല്ലോ, എഴുന്നേറ്റ് പോയിട്ട്. ഈ കുറ്റവാളികൾ മുഴുവൻ എവിടെ ഉണ്ടായത്? ആ കുറ്റവാളികൾക്ക് വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി കോടതിയിൽ ഉണ്ടായിരുന്ന വക്കീലിനെ കൊണ്ടുപോയിട്ട് ഗവൺമെന്റ് ദേവസ്വത്തിന്റെ പ്ലീഡറായിട്ട് വെച്ചല്ലോ. ചോദിച്ചോ നിങ്ങൾ എന്തുകൊണ്ടാ വെച്ചെന്ന്? അതൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ഒരേ ഒരാളെ അറ്റാക്ക് ചെയ്യാനുള്ളൂ. ആ ഒരാളുടെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാ. നേരത്തെ ഒരാൾ പറഞ്ഞു അദ്ദേഹം പിന്നെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചേ. ഇത് ഇപ്പോഴൊന്നല്ല. ഷാജിയേട്ടനും അതുപോലെ തന്നെ അസ്കറൊക്കെ പാർട്ടിയിലുള്ള കാലത്തെ ഞങ്ങൾ പാടുന്ന പാട്ടുണ്ട്. പിന്നെ നമ്മളല്ലാതെ മറ്റാരും സഖാക്കളെ എന്ന് ചോദിച്ചൊരു പാട്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല. നാടകങ്ങളിലും സിനിമയിലൊക്കെ പാടിയത് ഒരുപാട് വേദികളിലൊക്കെ കേട്ടതാ. ആ പാട്ട് സഖാവ് പിണറായി വിജയൻ അധികാരത്തിന് വരുന്നതിന് മുന്നേ സമൂഹം ഇവിടെ പാടിയിട്ടുണ്ട്. ആ പാട്ടിന്റെ പിറകിൽ ഒരു ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ആ സന്ദേശം എന്തായിരുന്നു? കോൺഗ്രസ്സുകാർ ചെയ്യാത്ത, BJP-ക്കാർ ചെയ്യാത്ത ജനക്ഷേമകരമായ ജനനന്മപരമായ പ്രവർത്തനങ്ങൾ മറ്റാരിവിടെ ചെയ്യാന്നാണ്. ഇവിടെ വെച്ച ബോർഡിൽ, ഓരോ ബോർഡിലും നിങ്ങൾ ഒന്ന് കണ്ണു തുറന്ന് വായിച്ചു നോക്ക്. അതിൽ നിങ്ങൾ പിണറായി വിജയന്റെ മുഖം മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതിന്റെ താഴത്ത് പങ്കെടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു കേട്ടോ. 30 ലക്ഷത്തോളം CPM-ന്റെ ഒരു പ്രതിനിധിയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിൽ ആഷിം അരിയിൽ പറഞ്ഞതുപോലെ പറയില്ലായിരുന്നു. 5000-ത്തോളം സ്മാർട്ട് ക്ലാസ് സ്കൂളുകൾ പുനഃസൃഷ്ടിച്ചത്, ആരോഗ്യരംഗത്ത് മികച്ച BJP ഇതെല്ലാം പറഞ്ഞിട്ടൊരു ഗുണം ഉണ്ടായില്ലല്ലോ. ഉയരത്തിലേക്ക് ഇലക്ഷനിൽ ഭാഷ ആ പാർട്ടി തന്നെ ഇല്ലാതെ പിണറായിയുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുകയാണ്. അതും INA
INL-ന്റെ വക്താവ്. അർദ്ധവാർദ്ധക്യം വേണ്ടിട്ടവർക്ക് മനസ്സും തോന്നുന്നുണ്ടെങ്കിൽ അത്വമിത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടു നിൽക്കണം എന്നതല്ല ഇടതുപക്ഷത്തിന്റെ ധർമ്മം. തിരുത്താനുള്ളത് തിരുത്തും. അത് തിരുത്തുന്നത് ഏതെങ്കിലും കോൺഗ്രസുകാരന്റെയോ BJP-ക്കാരന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം പണ്ട് കിടന്നുറങ്ങി എന്ന് പേരിൽ വരുന്നവരുടെയോ വാക്ക് കേട്ടിട്ട് ആയിരിക്കില്ല. തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള ആർജവത്വം ഇടതുപക്ഷത്തിന് ഉണ്ടാകും. അത് തിരുത്തുക തന്നെ ചെയ്യും. തിരുത്തി കഴിയുമ്പോഴേക്കെങ്കിലും പാർട്ടി അവിടെ ഉണ്ടായാൽ മതി കേട്ടോ. സന്തോഷം 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 വളരെ സന്തോഷം. ഏതായാലും ഇന്റർനാഷണൽ ലീഗിനകത്ത് ഇങ്ങനെ ഒരാൾ പറഞ്ഞതിൽ വളരെ സന്തോഷം, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇടവേള.